ഇന്ത്യയുടെ ആയുധശേഷി, അതായത് സൈനിക ശേഷി എന്ന് പറയുന്നത് 4ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. പാകിസ്ഥാൻ 12ാം സ്ഥാനത്തുമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്ത്യക്ക് ഭീകരർ ആളുകളെ അവരുടെ മതത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചതും മതം മാത്രമായിരുന്നു. കലിമ ചൊല്ലാനൊക്കെ പറഞ്ഞു. കലിമ ചൊല്ലാത്തവരെയാണ് ഇവിടെ ഈ എറണാകുളത്തെ ആള് പറഞ്ഞത് എനിക്കത് ചൊല്ലാൻ അറിയില്ലെന്നാ പറഞ്ഞത്. എറണാകുളത്ത് മരണപ്പെട്ട അതെ, അതിലൊരാൾ എനിക്ക് നോർത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അവർക്ക് അറിയാമായിരുന്നു, എങ്ങനെയോ അവർക്ക് വശമുണ്ടായിരുന്നു, അത് ചൊല്ലിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഭീകര സംഘടനകൾക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒക്കെ എതിരായിരുന്നു ഇന്ത്യയുടെ നടപടി. പാകിസ്ഥാൻ എന്ന രാജ്യത്തെക്കാൾ ഉപരി ഭീകരരെ ഇല്ലാതെയാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ നടപടി. ഭീകരത ഇല്ലാതാക്കുക. അതെ, അതുകൊണ്ടാണ് പാകിസ്ഥാന് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത്. നമ്മുടെ എണ്ണം പറയുന്ന സൈനിക കേന്ദ്രങ്ങളെല്ലാം തന്നെ ആക്രമിക്കാനുള്ള പദ്ധതിയൊക്കെയും ഈ പാകിസ്ഥാൻ ഉണ്ടായിരുന്നു. അവരത് ലക്ഷ്യം വെച്ചതാണ്. പക്ഷെ അത് ഊടുപാട് നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു, പൊളിച്ചു കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ വെടിനിർത്തൽ തുടരുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂർ കൃത്യമായി തുടരും. അതായത് ഇനിയൊരു പ്രകോപനം ഉണ്ടെങ്കിലും ആ നടപടി താൽക്കാലികമായിട്ടുള്ള ഒരു വിടുതൽ മാത്രമാണ്, ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിർത്തിയെന്ന് മാത്രമാണ്. അത് പൂർണ്ണമായും നിർത്തിയിട്ടില്ല. രണ്ടാം ഘട്ടം ആരംഭിക്കും. അതെ, അവരുടെ പ്രകോപനം എപ്പോൾ ഉണ്ടാകുന്നു ആ സെക്കൻഡിൽ അത് തുടങ്ങുക തന്നെ ചെയ്യും.